പിള്ളേരുള്ള സുതിമോൾ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഒരു ചിരി ബെമ്പറിലാണ് കണ്ടസ്റ്റന്റ് ആണ്. നല്ലൊരു കൊമഡിയനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇല്ലാത്ത ചേച്ചി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഈ റീസെന്റ് ആയിട്ട് ഞാൻ വീഡിയോ കാണാനൊക്കെ തുടങ്ങിയത് ഒരു ചിരി ബെമ്പർ സീരീസ് ഞാൻ കാണാറില്ല. അങ്ങനെ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സ്റ്റാൻഡപ്പ് കോമഡി അല്ലെങ്കിൽ എല്ലാ കോമഡീസും ഒരു ചിരി ബെമ്പർ സീരീസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ യൂട്യൂബിലെടുത്ത് കാണാറുണ്ട്. നമ്മുടെ ശശിൻ്റെ ഒക്കെ നമ്മളെ മെയിൻ ഫാനാണ് ശശി. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ ഇടയിലിട്ടല്ല എന്ന് വെച്ചാൽ പിന്നെ അശ്വിൻ അമ്മ അവരുടെയൊക്കെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സുതിമോൾ MC എന്നാണ് യൂട്യൂബ് ചാനൽ നമ്മുടെ സുതിമോൾ ചേച്ചിൻ്റെ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് സുതിമോൾ ചേച്ചിൻ്റെ വീഡിയോ കാണാനിടയായത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ കില്ലടല്ല വീടിൻ്റെ ഒരു ഹോം ടൂർ പോലെ എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വീടും പരിസരവും പറഞ്ഞിട്ട് സുതിമോൾ ചേച്ചി ആ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് യൂട്യൂബ് ചാനലിൽ. എന്ന് വെച്ചാൽ ആ വീഡിയോന് അത്യാവശ്യം വൈറലായത് അവരുടെ. അപ്പോൾ എന്ന് വെച്ചാൽ ആ വീടും ചുറ്റുപാടൊക്കെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ വീട് താമസിക്കുന്നത് വന്നിട്ട് ഇവർ ഒരു പറമ്പിലാണ് ഇല്ലടല്ല. പറമ്പ് മൊത്തം ചളി പോലെ വെള്ളമൊക്കെ ആയിട്ട് അതിനുള്ള ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഷെഡ് ഇല്ലടല്ല. അതിലാണ് അവർ താമസിക്കുന്നത്. വളരെ കഷ്ടപ്പാടിനാണ് ഇല്ലടല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ കമൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫുൾ പോസിറ്റീവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതിമോൾ ചേച്ചിക്ക് ഇന്ന് തന്നെ നമുക്കൊരു വീട് പണിയാനുള്ള ഫുൾ എല്ലാ ടീമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പം എന്തായാലും അവർക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബ് ചാനൽ വ്യൂ കണ്ടിട്ട് നമുക്ക് എന്താ വ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതുവഴി അവർക്ക് ഏർണിങ്സ് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. യൂട്യൂബ് എന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, മനസ്സിലായില്ലേ? നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയത് പറഞ്ഞാൽ നമുക്ക് സൈഡ് ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം നമ്മൾ പ്രതീക്ഷിക്കുന്നതും അപ്പുറം ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ റീച്ച് അനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാം. അപ്പോൾ എന്താ ചോദിച്ചാൽ സുതിമോൾ ചേച്ചിൻ്റെ വീഡിയോസ് അതിനുശേഷമുള്ള വീഡിയോസ് എല്ലാം നല്ല അത്യാവശ്യം റീച്ചാണ്. എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ തന്നെ ഏകദേശം 20,000 30,000-ത്തിന് മുകളിൽ വ്യൂസ് വരുന്നുണ്ട്. നല്ല കാര്യം, അവർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അത് നമുക്ക് പറയാനുള്ളൂ. ഇല്ലാട്ടില്ല ആ പൈസ വെച്ച് അവരൊരു വീടോ അല്ലെങ്കിൽ സ്ഥലം വീടൊക്കെ ഉണ്ടാക്കട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്ത് ചോദിച്ചാൽ കുറേ സംഘടനകൾ ഇവർക്ക് വീഡിയോ കിട്ടി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാട്ടില്ല ഏതൊരു സംഘടനയൊക്കെ വന്നിട്ട് വീഡിയോ കിട്ടി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. നല്ല മനസ്സ് അവരുടെ എന്തായാലും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ദൈവമല്ല അവർക്ക് കർമ്മ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അവർക്കും അതുപോലെ തിരിച്ചു കിട്ടട്ടെ. നല്ല ചെയ്ത് നല്ലത് കിട്ടുമെന്ന് പറയുന്ന കേട്ടില്ല അതുപോലെ. അപ്പോൾ അതൊന്നാമത്തെ കാര്യമില്ലാട്ടല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഡെയിലി വീഡിയോസ് വരുന്നുണ്ട്. സുതിമോൾ ചേച്ചി ഡെയിലി വീഡിയോസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു ജീവിത രീതി, ഇല്ലെങ്കിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ഇല്ലെങ്കിൽ ഓരോ സംഭവം ഞാൻ ബീഫ് കറി വെച്ച് നോക്കി നല്ലതാണ് ഇല്ലാടല്ല. എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമുക്ക് എന്താ വെച്ചാൽ നമുക്കത് എൻ്റർടൈൻമെൻറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും, മനസ്സിലായി? ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ മറ്റുള്ള കുറേ വീഡിയോസ് കണ്ടത് കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു പറഞ്ഞാൽ എല്ലാം വലിച്ചെടുത്തിടും. അത് ഫുള്ളും ഒരുമാതിരി പെട്ട ലാഗ് അടിക്കുന്ന സാധനം വയ്ക്കും. പക്ഷേ അത് വെച്ചാൽ സുതിമോൾ ചേച്ചിൻ്റെ സൂപ്പറാണ് ഇല്ലാട വീഡിയോസൊക്കെ. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ല സുതിമോൾ ചേച്ചി. എന്ന് വെച്ചാൽ ആരും എൻ്റെ മക്കളെ ഇതിലോട്ട് വലിച്ചടിക്കരുത് എന്നിട്ട് പറഞ്ഞിട്ട് ഒരു സാഡിന് ഇമോജി പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ഒരു സിമ്പിളും, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, നമ്മളിപ്പോൾ ഒരു പറ്റും ആൾക്കാർ പോസിറ്റീവായി ചിന്തിക്കുന്നവരുണ്ടാവും, ഒരു കുറച്ച് പേഴ്സൻറ്റേജ് നെഗറ്റീവായി ചിന്തിക്കുന്നവരുണ്ടാവും. നെഗറ്റീവായി ചിന്തിക്കുന്നവർ ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേര് ഇങ്ങനെ പോസിറ്റീവ് പറയുമ്പോൾ ഒരാളിൽ നെഗറ്റീവ് പറയണ്ടേ? അറിയും, സ്വാഭാവികമായില്ല, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു റാണി മാറ്റ് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്, അവരെ ഒന്ന് കമൻറ്റ് ഇട്ടതാണ് നമ്മുടെ സുതിമോൾ ചേച്ചി പറയുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിലെ കുറച്ച് ചേച്ചി അതിനെക്കുറിച്ച് കമൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, ശരി, എനിക്കത് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനല്ല അതിനകത്ത് ഒരു അഹംഭാവം കാണിച്ചു. എന്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കൊരു വീടാണല്ലോ അത്യാവശ്യം. 15 വയസ്സായി. അപ്പൊ അതേ ഞാൻ ചിന്തിച്ചുള്ളായിരുന്നു. പക്ഷെ ഇവരിട്ട വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് തളർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത അപ്പുറത്തെ വിഷമമായി പോയി. ഒരു റാണി മാത്യു അല്ലേ, റാണി മാത്യു എന്ന് പറഞ്ഞൊരു ആളാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് ആ മെസ്സേജ്. അവര് പറയുന്നത് നാണമില്ലേ, ഇതിലും ഗതികെട്ട ആൾക്കാർ എന്തോരം ഉണ്ട്, അതുപോലെ തന്നെ ഗതികെട്ട ആൾക്കാർ എന്തോരം ഉണ്ട്. അതുപോലെ തന്നെ അവര് പറയുന്നത് അവരെ സഹായിക്കുന്ന പറയുന്നത് അവരങ്ങനെ ജീവിക്കും, അവരെ സഹായിക്കണമെന്ന് പറയുന്നത്. പിന്നെ പണിക്കും 2 പേർക്കും ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ പ്രമോഷൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ കാശ് സൂക്ഷിച്ച് കൊടുത്തൂടെ, പിന്നെ ഇതിനെ ബാക്കിയുള്ളവരെ കൊണ്ട് കുടിപ്പിക്കണേ അങ്ങനെ പറയണം. പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം, അതൊക്കെ പിന്നെ പോട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞു. അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക്, മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ. മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരദാനമാണ്. ഞങ്ങൾ ആദ്യം എനിക്ക് 2 ട്വിൻസ് ഒറ്റ പ്രസവത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച്. ദൈവം നോക്കുമ്പോഴത്തേക്ക് വിചാരിച്ചു 2 ഒരുമിച്ചിരിക്കട്ടെ, അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത് 2 ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് ആരിക്കോ 2 മക്കളെ ഒരുമിച്ച് തന്നതാണ്. അല്ല 2 ഹസ്ബൻഡിന്റെ മക്കളല്ല, അത് അവർ ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന, എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ. അങ്ങനെ കിട്ടിയ മക്കളാണ്. അപ്പൊ അവര് മതി, ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് മതി എന്ന് ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ദൈവം അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങളുടെ സുണ്ടപ്പൻ. അല്ലാതെ ഞങ്ങൾ കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ. അപ്പൊ എന്താ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ്. നമ്മൾ ഒരു കുഞ്ഞിനെ വേണ്ടി ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ എന്റെ സുണ്ടപ്പന് അവൾ പുണ്യാണ് കേട്ടോ. ചിലപ്പോ അവിടെ നാളിന്റെ ആണോ അല്ലെ അവിടെ നല്ലതിന്റെ ആണോ ഞങ്ങളിപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മക്കൾ കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ മക്കളെ ഇതിന്റെ അത് വലിച്ചിടയ്ക്കരുത് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വിഷം അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്. അത് കാണുമ്പോൾ നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ, അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒരിച്ചിരി ഒമ്പച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും തിരിച്ചറിഞ്ഞ് എല്ലാവരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അതിന് മുന്നേ ഒരു സ്തുതി ഉണ്ടായിരുന്നു, ആരും അറിയാവുന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പൊറോട്ട കമ്പനിയിൽ പോകും. എനിക്ക് നടക്കണം ഇതിലും വലിയ ഫോറിൽ ചെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പൊറോട്ട കമ്പനി ചെന്ന് പണിയെടുത്തിട്ടുണ്ട്, തുണിക്കട നിന്നിട്ടുണ്ട്, ചെരുപ്പുകട നിന്നിട്ടുണ്ട്, റേഷൻ കട നിന്നിട്ടുണ്ട്, തെങ്ങ് കയറിയിട്ടുണ്ട്. ഇതിപ്പോ അവിടെ ഹോട്ടലിലൊക്കെ പുറകില് പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പണിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ചെയ്യാത്ത പണികളൊന്നുമില്ല. ഹോട്ടലിൽ പണിക്ക് ചെയ്യുന്നത് വേസ്റ്റ് വരെ കൈകൊണ്ട് വാരിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ചത് ഒരു സ്തുതിയുണ്ട്. ആ ഒരു സ്തുതിക്ക് സത്യം പറയാൻ എന്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് എല്ലാരും എന്നെ സഹായിക്കാമെന്ന് അതാണല്ലേ കണ്ടില്ലേ എന്ന് ചോദിച്ചു സുതിമോൾ ചേച്ചി. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ജീവിക്കാൻ വേണ്ടി അവർ മാർഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കില്ലടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് കൊണ്ടുവരുവാണെങ്കിൽ ചില കുടുംബങ്ങളൊക്കെ അറിയാം, അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ കമന്റ് ഇട്ടവരോട് ഞാൻ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങളിതിന് മക്കളൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ പൊന്നു കില്ലാടല്ലേ, നിങ്ങൾ ഇത്തിരി ഫേമസ് ആയ ഇൻഫ്ലുവൻസേഴ്സ് നോക്കിയാൽ മതി, യൂട്യൂബേഴ്സിനെ മനസ്സിലായി. ഫേമസ് ഇല്ലെങ്കിൽ അത്യാവശ്യം സെലിബ്രിറ്റീസിനെ നോക്കിയാൽ മതി. അവർ മക്കളെ പ്രസവിച്ചാൽ എടുത്ത് വീഡിയോ ഇടുന്നു, സ്കൂളിൽ പോയി എടുത്ത് വീഡിയോ ഇടുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇവരൊന്നും അല്ല കില്ലാടല്ലേ, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവരങ്ങനെയല്ല, അവർ ജീവിച്ചിട്ട് പിന്നെയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ പൈസ കിട്ടിയിട്ട് ഓൾറെഡി അവർ വെൽ സെറ്റിൽഡ് ആണ്. അതിനുശേഷം പിന്നെയും ഒരു ഇതിനു വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരങ്ങനെയല്ല, അത് മനസ്സിലാക്കുക. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ മാർഗ്ഗം നോക്കുകയാണെങ്കിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതുവഴി പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം അവർ. അതിനുശേഷം അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ എന്ന രീതിയിലാണ് മൈൻഡ് സെറ്റിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ സുതിമോൾ ചേച്ചി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം ഇല്ലാട്ടല്ലേ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് അവർ കണ്ടല്ലോ, ആ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നൊരു മാറ്റം മനസ്സിലായില്ല. ആരായാലും അവർ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നല്ലൊരു വീട്, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന നല്ലൊരു വീട് കിടക്കാനുള്ള ഒരു സ്ഥലം. എന്ന് വെച്ചാൽ സുതിമോൾ ചേച്ചിയുടെ കുട്ടിക്കൊക്കെ 15 വയസ്സൊക്കെ ആയി. 15 വയസ്സായി കുട്ടികളെ ആലോചിച്ച് നോക്കാം, സ്കൂളിൽ പോകുന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ നല്ലൊരു പഠിക്കാനുള്ള സൗകര്യമാണെങ്കിൽ കൂടി ഇല്ലാതെ നമ്മളൊരു വീട് ഇല്ലെങ്കിൽ ഒരു സംഭവം സെറ്റപ്പ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ വെച്ചാൽ പഠിക്കാൻ നന്നായി പറ്റും. അതൊന്നാമത്തെ കാര്യം. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടികൾക്ക് കൂടി ചിലപ്പോൾ മാനസികമായി ഒരു തളർച്ച വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവർ ടീച്ചർ അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സൊക്കെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ അതിൽ കമൻറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നീ നിൻ്റെ മക്കളെ വെച്ച് തെണ്ടിയല്ലേ ജീവിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വിഷമമാകും. അപ്പോൾ അതേ പറയാനുള്ളൂ, നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക, അത് നമുക്കും പറയാനുള്ളൂ. എന്നാലും സുതിമോൾ ചേച്ചി ഉയരങ്ങളിലെത്തട്ടെ, സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായിക്കാൻ നമ്മൾ ചെയ്യുകയില്ലല്ലോ. ഇപ്പോൾ നമ്മളെ കൊണ്ട് എന്താ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ലെവലിലാണ് പൈസയ്ക്ക് വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായിക്കും. അതിപ്പോൾ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു ഉയരങ്ങളിലെത്തട്ടെ. നെഗറ്റീവ് ഒന്നും ആരും പറയാതിരിക്കുക. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നമുക്കൊരു സൈബർ വഴി നമുക്കൊരു മനുഷ്യനെ തളർത്താൻ പറ്റും, ഏതൊരു മനുഷ്യനെയും, മനസ്സിലായില്ല. ഇപ്പോൾ നേരിട്ട് ആക്രമിക്കുന്നതിന് കൂടി ഒരു കൂടുതലായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരാളെ തളർത്താൻ പറ്റും. അതെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സൈബർ ബുള്ളിങ് കാരണം സൂസൈഡ് ചെയ്തവരൊക്കെ തന്നെ നമ്മൾ എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലല്ലേ. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് നമുക്കും പറയാനുള്ളൂ. എന്തായാലും നല്ലത് വരട്ടെ, നല്ലത് ചെയ്താൽ നല്ലത് വരട്ടെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കില്ലടകൾ. അപ്പോൾ അത്രയുള്ളൂ.